MTN ന്യൂസ് മലയാളം ടെലിവിഷൻ നെറ്റ്വർക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീഥി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇന്ന ലിൽ മുത്തഖീന മഫാസാ ഹദായിഖ വഅഅ്നാബാ. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ കാലങ്ങളിലും ഉത്ബോധനങ്ങളും ഓർമ്മപ്പെടുത്തലുകളും മതപ്രഭാഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. എന്നാൽ നമ്മുടെ മനസ്സുകൾ നനവാർന്നു നിൽക്കുന്ന, മൃദുലമായി നിൽക്കുന്ന ഈ പരിശുദ്ധ റമദാനിൽ ഉത്ബോധനങ്ങളും ഓർമ്മപ്പെടുത്തലുകൾക്കും മറ്റു കാലങ്ങളെക്കാളും സ്വാധീനമുണ്ടാക്കുവാനും മാറ്റമുണ്ടാക്കുവാനും ഉപകരിക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ടാണ് പ്രത്യേകമായ റമദാൻ പ്രഭാഷണങ്ങൾ, റമദാനിൽ ഇത്തരത്തിലുള്ള പ്രത്യേക സംസാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യവും കൂടുതൽ ശ്രദ്ധയും നാം നൽകുന്നതിൻ്റെ കാരണവും അതുകൊണ്ട് തന്നെയാണ്. യഥാർത്ഥത്തിൽ നേടേണ്ടത് എന്താണ് എന്നതിനെക്കുറിച്ച് ഗൗരവതരമായ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് അടിസ്ഥാനപരമായി നാം നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം. ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും വലിയ അധ്വാനമുള്ളൊരു പ്രവൃത്തിയായിരിക്കും ഒരു വീടുണ്ടാക്കുക എന്നത്. ഇല്ലാത്ത പണമുണ്ടാക്കി നമ്മുടെ സ്വപ്ന ഭവനം അതിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ ആ നിർമ്മാണത്തിലും പരിശ്രമത്തിലും നാം എത്രമാത്രം സംതൃപ്തരാണ് അല്ലെങ്കിൽ എത്രമാത്രം സംതൃപ്തരല്ല എന്ന ഒരു ചിന്ത അതിൻ്റെ സമാപനത്തിലുണ്ടാകും. എൻ്റെ കുറേ പണം വെറുതെ പോയോ, എനിക്ക് കുറേ ശ്രദ്ധക്കുറവുകളുണ്ടായോ, പ്ലാൻ ഞാൻ വിചാരിച്ചതുപോലെ ആയില്ലയോ, എനിക്കത് വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ലയോ. ഈ വീടുണ്ടാക്കുന്ന കാലഘട്ടങ്ങളിൽ നാം അതിനോട് കാണിച്ചിട്ടുള്ള നമ്മുടെ ശ്രദ്ധയും ശ്രദ്ധക്കുറവുമെല്ലാം അവലോകനം ചെയ്യുന്ന സമയമെന്നത് അതിൻ്റെ പണി പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ്. ജീവിതത്തിൽ ഏത് പ്രവർത്തനങ്ങൾക്കും ഇങ്ങനെ ഒരു പരിസമാപ്തിയുണ്ട്. ആ പരിസമാപ്തി ഒന്നുകിൽ സങ്കടകരമായിരിക്കും, അല്ലെങ്കിൽ ആത്മസംതൃപ്തിയും മനസ്സമാധാനവുമുള്ളതായിരിക്കും. സത്യത്തിൽ ഇതുപോലെ ഒരു സമാപനം സംഭവബഹുലമായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനുണ്ട്. അത് 25-ാം വയസ്സിലോ 40-ാം വയസ്സിലോ 60-ാം വയസ്സിലോ 80-ാം വയസ്സിലോ 100-ാം വയസ്സിലോ എന്നത് പ്രശ്നമല്ല. ഓർമ്മയുള്ള ഒരു മനുഷ്യനെന്ന നിലക്ക് നാം കടന്നു വന്ന ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും ആത്മാർത്ഥമായി നാം നിരൂപണം ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഈ മരണത്തിൻ്റെ, ജീവിതത്തിൻ്റെ സമാപനമായ മരണത്തിൻ്റെ സന്ദർഭമെന്ന് പറഞ്ഞാൽ. മതത്തോടൊരു ബന്ധവുമില്ലാത്ത, ദീനിനോടൊരു ആഭിമുഖ്യവുമില്ലാത്ത, തികച്ചും ഭൗതികമായി മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരഭിമുഖം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിക്കാനിടയായി. അപ്പോൾ അദ്ദേഹത്തോട് ജീവിതത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു മറുപടിയുണ്ട്. നമ്മൾ ഓരോരുത്തരും മരണത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അത് നമ്മുടെ ജീവിത സമാപനത്തിൻ്റെ സന്ദർഭമാണ്. തീർച്ചയായും നാം ഒരു ഫ്ലാഷ് ബാക്ക് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കും.
ഞാനിനി ഇവിടെ ഇല്ല, ഞാനിനി ഇങ്ങോട്ടേക്ക് തിരിച്ചില്ല, എൻ്റെതെല്ലാം ഇവിടെ അവസാനിക്കുന്നു എന്ന് അയാൾക്ക് ഉറപ്പാകുന്ന ഒരു നിമിഷത്തിൽ അയാൾ എത്രമാത്രം തൻ്റെ കർമ്മങ്ങളും പ്രവർത്തനങ്ങളും കൊണ്ട് ജീവിതത്തെ ധന്യമാക്കിയിട്ടുണ്ടോ അതിൻ്റെ സംതൃപ്തിയാണ് അയാൾക്കുണ്ടാവുക. മാരകമായിട്ടുള്ള തെറ്റുകളും ഗുരുതരമായിട്ടുള്ള പാപങ്ങളും ചെയ്തിട്ടുള്ള ആളുകൾക്ക് ആ സന്ദർഭത്തെ അത് ഓർക്കാതിരിക്കാൻ പറ്റില്ല. നാം ചെയ്ത ആത്മാർത്ഥമായ നന്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരാതിരിക്കില്ല. കാരണം എനിക്കൊരു ജീവിതമെന്ന അവസരം കിട്ടിയിട്ട് ഞാൻ അതിനെ എന്ത് ചെയ്തു എന്ന് ആ ജീവിതം കൈവിട്ടു പോകുമ്പോൾ ചിന്തിക്കാത്തവരുണ്ടാകുമോ ആരെങ്കിലും? എന്നിട്ട് അദ്ദേഹം പറയുന്നു, അത്തരമൊരു സന്ദർഭത്തിൽ ആർക്കെങ്കിലും ആത്മസംതൃപ്തിയോടുകൂടെ, ചാരിതാർത്ഥ്യത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ ഇല്ല, എനിക്ക് കിട്ടിയ അവസരം, ജീവിതം ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, എന്നെക്കൊണ്ട് ധാരാളം ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, എന്നെക്കൊണ്ട് ധാരാളം ആളുകൾക്ക് വഴി കാണിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ ആരെയും കാര്യമായി ദ്രോഹിച്ചിട്ടില്ല, എന്നെക്കൊണ്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ ആരെയും ആക്രമിച്ചിട്ടില്ല, ഞാൻ എൻ്റെ കുടുംബത്തെ വഞ്ചിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ഭാര്യയെ വഞ്ചിച്ചിട്ടില്ല, ഞാൻ എൻ്റെ മാതാപിതാക്കളോട് അക്രമം ചെയ്തിട്ടില്ല. ഇങ്ങനെ ജീവിതത്തിൻ്റെ മർമ്മപ്രധാനമായ കർമ്മങ്ങളെക്കുറിച്ച്, നന്മ തിന്മകളെക്കുറിച്ച് മനുഷ്യൻ ആലോചിക്കുമത്രേ. അതുകൊണ്ട് സമ്പൂർണമായ നന്മകളുടെ ഒരു നിർവഹണമായി ജീവിതത്തെ ആരെങ്കിലും മാറ്റിയാൽ അവന് സംതൃപ്തിയോടെ മരിക്കാൻ പറ്റും. അദ്ദേഹം ആ സംതൃപ്തിയോടെ മരിക്കാൻ കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. സത്യത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്ന വളരെ വലിയൊരു ആശയമാണത്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവേന, പരിഭവങ്ങളില്ല, ആശങ്കകളില്ല, പറ്റിയില്ലല്ലോ, ചെയ്തു പോയല്ലോ എന്നുള്ള വലിയ വലിയ വേവലാതികളോ കുറ്റബോധങ്ങളോ ഇല്ല. അങ്ങനെ മനസ്സ് സമാധാനമടഞ്ഞാൽ, ആ സമാധാനമടഞ്ഞ ആത്മാവെ നീ നിൻ്റെ റബ്ബിങ്കിലേക്ക് തിരിച്ചു പോവാം. കഴിഞ്ഞു, ഇനി അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്. അവിടെ കുറേ അർത്ഥമുണ്ട്. ഇവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ച്, അതുകൊണ്ട് ഇനി മനസമാധാനത്തോടെ പോകാമെന്നാണ്. ഇനി ചാരിതാർത്ഥ്യത്തോടെ നിനക്ക് തിരിച്ചു പോകാം. റാദിയത്തം മർദിയ, തൃപ്തിക്ക് വിധേയമായിക്കൊണ്ട്, തൃപ്തി നേടിക്കൊണ്ട് നിനക്ക് നിൻ്റെ രക്ഷിതാവിലേക്ക് തിരിച്ചു പോകാം എന്ന് പറയപ്പെടുന്ന നിമിഷം എന്തുമാത്രം ആത്മസംതൃപ്തിയുടേതാണ്. സഹോദരങ്ങൾ, ഇങ്ങനെ മരിക്കണ്ടേ നമുക്കെല്ലാവർക്കും? സത്യത്തിൽ അങ്ങനെ ഉള്ള ഒരു മരണം ആസ്വാദകരമായ ഒരു പരിസമാപ്തിക്ക് വേണ്ടി ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തിയിട്ടുണ്ടോ? ഒരു റമദാൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും ഗൗരവതരമായി അങ്ങനെ ചില മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ഒരു കേൾവിക്കപ്പുറം, ജീവിതത്തിൻ്റെ ഒരു ഒഴുക്കിനപ്പുറം, കുഴപ്പമുണ്ടാവില്ല എന്ന ഒരു വ്യാമോഹത്തിനപ്പുറം, ഞാൻ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന ചില സമാധാനപ്പെടലുകൾക്കപ്പുറം യാഥാർത്ഥ്യം എന്താണ്? നാം നമ്മളോട് ചോദിക്കേണ്ട ഏറ്റവും ഗൗരവപരമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഇപ്പോൾ. കാരണം മാറാൻ അങ്ങനെയൊന്നും പറ്റൂല. കാരണം മനുഷ്യൻ്റെ മനസ്സു തന്നെ അമ്മാറത്തും ബിസു ആണ്. തിന്മകൾക്ക് അത്യധികമായി കൽപ്പിക്കുന്ന, തിന്മക്ക് കൽപ്പിക്കുന്നല്ല ഖുർആൻ പറയുന്നത്, അത്യധികമായി കൽപ്പിക്കും. കാരണം തിന്മയോടാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ താല്പര്യം. മനുഷ്യൻ്റെ മനസ്സ് താല്പര്യപ്പെടുന്നത് തിന്മയോടാണ്. അതിലേക്ക് അത്രമാത്രം അതിശക്തമായിട്ടുള്ള താല്പര്യങ്ങൾ മനുഷ്യനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആലോചനകളും ചിന്തകളൊന്നും ഇല്ലാത്ത ആളുകൾ തെറ്റിലൂടെയാണ് പോവുക. എല്ലാറ്റിലും കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അത് സാമ്പത്തിക രംഗമാണെങ്കിൽ കുഴപ്പമില്ല, ലൈംഗിക സദാചാരങ്ങൾ അത് കുഴപ്പമില്ല, നമ്മുടെ കുടുംബ ബന്ധങ്ങളാണെങ്കിൽ അത് പ്രശ്നമില്ല, ബാക്കിയൊക്കെ ഉഷാറാണല്ലോ. ഇങ്ങനെ തിന്മകളോടുള്ള മനുഷ്യൻ്റെ അതിശക്തമായ മനസ്സിൻ്റെ ചായ്വുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് മാറാൻ പറ്റൂല. മാറണമെങ്കിൽ തിന്മയോട് മടുപ്പ് വേണ്ടേ? തിന്മയെ അതീവമായി താല്പര്യപ്പെടുന്നൊരു മനസ്സ് എങ്ങനെ മടങ്ങും? പിന്നെ തിന്മയിലേക്ക് മനുഷ്യനെ ബോധപൂർവം കൊണ്ടുപോകാൻ നടത്തുന്ന
ആസൂത്രിതമായിട്ടുള്ള പ്രേരണകൾ ഇവിടെ ഉണ്ട്, പ്രേരക ശക്തികൾ ഇവിടെ ഉണ്ട്. അതാണ് പിശാച്. മനുഷ്യരിൽ തന്നെയുള്ള ധാരാളം ആളുകൾ, നിരീശ്വര നിർമ്മതവാദികൾ, ദേഹേച്ഛകളെ പിൻപറ്റുന്നവർ, എല്ലാ തോന്നിയാസങ്ങൾക്കും ലൈസൻസ് കിട്ടാൻ ആഗ്രഹിക്കുന്ന പ്രചാരകന്മാർ, സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം നടത്തുന്ന ആളുകൾ. നമുക്ക് നിങ്ങൾ വിവാഹത്തിന് മുമ്പുള്ള ലൈംഗിക ബന്ധം അത് അപകടകരമാണ്, അതിന് വിട്ടു നിൽക്കണം എന്ന ഒരു നിരീക്ഷണം സുപ്രീം കോടതി കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തി. എത്ര പരിഹാസപൂർവ്വമാണ് സോഷ്യൽ മീഡിയ അതിനെ ഏറ്റെടുക്കുന്നത്, എത്ര പരിഹാസപൂർവ്വമാണ് അതിനെ ഏറ്റെടുക്കുന്നത്. അപ്പോൾ തിന്മകൾക്കുള്ള പ്രേരണ ശക്തമായി നൽകുന്ന പ്രചാരണങ്ങളുണ്ട് ഇവിടെ. അതേപോലെ തന്നെ പിശാചുണ്ട്. ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനൂ മിൻ അസ്ഹാബിസ് സഈർ. തീർച്ചയായും പിശാച് അവൻ നിങ്ങളെ നരകത്തിലേക്കാണ് വിളിക്കുന്നത്. നരകത്തേക്ക് വിളിക്കാനും ക്ഷണിക്കാനായിട്ട് ഒരാൾ മെനക്കെട്ട് നിൽക്കുന്നുണ്ട്. അവനെ ബന്ധിക്കപ്പെടുന്നത് കൊണ്ടാണ് റമദാനിൽ നമുക്ക് മാറ്റം സാധ്യമാകുന്നത്. അപ്പോൾ മാറാതിരിക്കാൻ ധാരാളം പ്രചോദനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ തെറ്റുകളെ നോർമലൈസ് ചെയ്യുന്നത്, തെറ്റുകൾ അത്ര ഗൗരവതരമല്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രചാരണങ്ങൾ. എന്ത് തെറ്റും ആരെന്ത് ചെയ്താലും അതൊന്നൊരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. മനസ്സിലായി? ഇവൻ്റെ ഭാര്യ അവൻ്റെ കൂടെ പോയി, അവൻ്റെ ഭാര്യ ഇവൻ്റെ കൂടെ പോയി, എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതൊന്നൊരു വിഷയമല്ല സംഗതി. മനസ്സിലല്ലേ? ഇന്നയാളെ മോളിറങ്ങിപ്പോയി, ഇന്നയാളെ മോനിറങ്ങിപ്പോയി, ഇതൊക്കെ നമ്മൾ സ്ഥിരം കേട്ട് 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 നമുക്കെന്താണ് അത് പ്രശ്നമല്ലാതായി മാറുന്ന നോർമലൈസേഷൻ, തിന്മകളെ നിസ്സാരവൽക്കരിക്കുക, അതും നമുക്ക് മാറാൻ തടസ്സമാണ്. പിന്നെ മാറാത്ത അനേകം ആളുകളെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ അങ്ങനെ തന്നെയല്ല. ഇപ്പോൾ നമ്മൾ മാത്രമായിട്ട് ഇപ്പോൾ എന്താണ് മാറേണ്ടതെന്ന് ചിന്തിക്കണം. എന്നാൽ സുഹൃത്തുക്കളെ, ഈ മാറാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഈ എല്ലാവിധ പിടിവലികളിൽ നിന്ന് മോചിതമായി മാറാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളുണ്ട്. അതെന്താ? അതാണ് നമ്മുടെ വിശ്വാസം. ആണ് നമ്മുടെ വിശ്വാസം. സ്വർഗവും നരകവും ഉണ്ട് എന്നുള്ള വിശ്വാസം ചെറിയ കാര്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ ലോകത്തിൽ 70 കൊല്ലം ജീവിക്കാൻ നമ്മൾ എത്ര കഷ്ടപ്പെടണം. ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ മുമ്പ് മരണപ്പെട്ടു പോയ ആളുകൾ കബറിൽ ജീവിക്കും. അവരെപ്പോലെ ആയിരക്കണക്കിനും 10,000-കണക്കിനും കൊല്ലം കബറിൽ ജീവിക്കാൻ നമ്മുടെ അടുക്കൽ എന്താണുള്ളത്? അവസാനിക്കാത്ത സ്വർഗനരകങ്ങൾ. അവിടെ നമുക്ക് എന്താണ്? നമ്മളെവിടെ എത്തും? ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് ആലോചിക്കുന്ന ആ വിശ്വാസം നമ്മളെ പരിവർത്തിപ്പിക്കും. അതുകൊണ്ടാണ് വിശ്വാസിയൊക്കെ നോമ്പ് നിർബന്ധമാക്കിയത്. ആ നോമ്പ് എന്തിനാണ് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തക്കും, സൂക്ഷ്മത ഉണ്ടാവാൻ. നമ്മൾ ഇന്നത്തെ മുസ്ലിം അല്ലാത്ത ഇന്നത്തെ ജീവിതാവസ്ഥയിൽ നിന്ന് നമ്മൾ മറ്റൊരു ജീവിതാവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഇപ്പോഴത്തെ തലങ്ങളിൽ നിന്ന് ഉന്നതമായൊരു തലങ്ങളിലേക്ക് നമ്മൾ മാറാൻ, അതിന് നമ്മൾ ഇന്ന് ഈ റമദാനിൽ തീരുമാനിക്കണം. വളരെ ചിട്ടയോടുകൂടെ. ഞാനില്ല, ഈ ഒരു മാസം ഞാൻ തെറ്റുകൾക്കൊന്നുമില്ല, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത്ര നന്മകൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകും, പുതിയ പുതിയ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരും എന്ന തീരുമാനത്തോടു കൂടെ എൻ്റെ റമദാനിൻ്റെ ഈ പ്രഥമ ക്ലാസ് മുതൽ നമ്മളെ മാറ്റിപ്പണിയാനുള്ള പുതിയ പ്ലാനുകളും പദ്ധതികളും നമ്മൾ തയ്യാറാക്കി നമ്മൾ മാറണം. മാറിയില്ലെങ്കിൽ ഈ ഒഴുക്ക് നരകത്തിലേക്കാണ് എത്തിക്കുക. ഇന്ന ജഹന്നമ കാനത് മിർസ്വാദ ലിത്വാഗീന മആബ. നരകം അതിൻ്റെ പതിസ്ഥാനത്തുണ്ട്. നരകം ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ്. ഈ പോക്ക് ഇങ്ങനെ പോയാൽ ആ നരകത്തേക്ക് അങ്ങോട്ട് പോയി വീഴും. മഴക്കാലത്ത് വെച്ച് കുരുത്തിയിലേക്ക്, വലയിലേക്ക് മത്സ്യം വന്ന് വീഴുന്ന പോലെ നരകത്തിലേക്ക് അറിയാതെ ഒഴുകിയെത്തും. ലിത്വാഗീന മആബ. അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കുള്ള രക്ഷാകേന്ദ്രം അതാണ്. അവരെത്തിപ്പെടാനുള്ള അഭയകേന്ദ്രം അതാണ്. ലാ ബിസീന ഫീഹ അഹ്കാബ. യുഗാന്തരങ്ങളോളം അവർ അതിൽ ജീവിക്കേണ്ടി വരും. ലാ യദൂഖൂന ഫീഹ ബർദം വലാ ശറാബ. ഒരു തണുപ്പോ കുളിരോ പാനീയമോ ഒന്നും കിട്ടാത്ത, കുടിനീര് കിട്ടാത്ത കത്തിജ്വലിക്കുന്ന നരകാഗ്നികൾ കഴിച്ച് കിട്ടേണ്ടി വരും. എന്നാലോ ഇന്നലിൽ മുത്തഖീന മഫാസ. സൂക്ഷ്മത, തെറ്റുവരരുത് എന്നൊരു കരുതൽ, നന്മ ചെയ്യണം എന്ന ഒരു വിചാരം, അവർക്ക് വിജയസ്ഥാനമുണ്ട്. ഒരിക്കലും നഷ്ടാവില്ല. കുറ്റബോധങ്ങളില്ലാതെ അവിടെ ജീവിക്കാം, അവിടെ വിജയത്തിൻ്റെ സ്ഥാനത്തെത്താൻ പറ്റും. അതുകൊണ്ട് ഇത്തരമൊരു മാറ്റത്തിൻ്റെ ചിന്ത നമ്മുടെ മക്കളിൽ ഉണ്ടാക്കി കൊടുക്കുക റമദാൻ, നമ്മളിലുണ്ടാക്കുക, മുതിർന്നവരിലുണ്ടാക്കുക. അങ്ങനെ തുടർ ക്ലാസ്സുകളുമെല്ലാം കേട്ട് റമദാനിനെ ചൈതന്യവത്താക്കി റേഡിയോടൊപ്പം
നമ്മുടെ ഇത്തരം പ്രഭാഷണങ്ങളോടൊപ്പമൊക്കെ ചേർന്ന് നല്ലൊരു മാറ്റത്തിന് തയ്യാറാവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. MTN News, Malayalam Television Network.